പദ്ധതിയുടെ പഞ്ചായത്ത് ഉപാധ്യക്ഷ ശ്രീമതി രാധ, ഈ പരിപാടി ചെയ്ത പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമാൻ രാമമൂർത്തി, ഇന്നിവിടെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഈ പഞ്ചായത്ത് സെക്രട്ടറി പഞ്ചായത്ത് സെക്രട്ടറി വർഗീസ് സാർ, അതോടൊപ്പം പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സെക്രട്ടറി ദീപു സാർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി സുരേഷ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാധാകൃഷ്ണക്കുറുപ്പ്, ശാലിനി, കൽപ്പന മെമ്പർമാർ, അതോടൊപ്പം വിവിധ വിദ്യാലയങ്ങളിൽ പ്രധാന അധ്യാപകർ, SRG കൺവീനർ, PTA പ്രസിഡന്റുമാർ, മറ്റ് വിദ്യാഭ്യാസ രംഗം വർഷങ്ങളായി അതിന്റെ ഏറ്റവും ഉയർന്ന തലത്തിൽ മുന്നോട്ട് പോയി നമുക്കെല്ലാവർക്കും. നമ്മളെല്ലാവരും അതിന്റെ ഒരു തരത്തിൽ അല്ലെങ്കിൽ ഒരു തരത്തിൽ ഈ ചർച്ചയ്ക്ക് കാരണമായ ഇടപെടൽ ആൾക്കാർ കൂടിയാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ഒരു 10 വർഷത്തെ പൊതുവിദ്യാഭ്യാസ രംഗത്തെ ഫലങ്ങളെ നമ്മൾ വിലയിരുത്തി അങ്ങോട്ട് മുന്നോട്ട് എന്നുള്ളത് സർക്കാരും അതോടൊപ്പം പൊതുസമൂഹത്തിൽ നിന്നും വിവിധ തരത്തിലായ ചർച്ചകളും ഉയർന്നു. നമുക്കറിയാം, കഴിഞ്ഞ ഈ കാലയളവിലെ പൊതുവിദ്യാഭ്യാസ രംഗത്തെ ഉയർച്ചയ്ക്ക് പങ്കാളിത്തത്തോടുള്ള പ്രവർത്തനങ്ങൾ വലിയ ഗുണകരമാണ്. കോവിഡ് കാലത്ത് അറിയാം, കോവിഡ് കാലത്തുള്ള വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്കായി നാട് മുഴുവൻ അതിന്റെ ഭാഗമായി മാറി. അതിന്റെ ഭാഗമായി തന്നെ കുട്ടികൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് വിദ്യാഭ്യാസം കൊടുക്കാൻ കഴിയുന്ന തരത്തിൽ ലോകം തന്നെ വളരെ അപൂർവമായിട്ടാണ് അത്തരം വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നടന്നത് എന്നുള്ളത് നമ്മൾ ഓർക്കണം. കാരണം പ്രതിസന്ധി വരുമ്പോൾ ആ പ്രതിസന്ധിയെ അതിജീവിക്കാൻ കഴിയുന്ന തരത്തിൽ നമ്മുടെ പൊതുവിദ്യാഭ്യാസ രംഗത്തിന് കരുത്തുണ്ടായിരുന്നു. അന്ന് കുട്ടികളും അധ്യാപകരും നേരിട്ട് കാണാതെ ക്ലാസ് മുറിയിൽ എത്താതെ വിദ്യാഭ്യാസ പ്രവർത്തനത്തെ കുറിച്ച് ചിന്തിച്ച അപൂർവം സ്ഥലങ്ങളിൽ ഒന്നാണ് കേരളം. കേരളത്തെ അത്തരത്തിൽ ചിന്തിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് മാറ്റിയത് അതുവരെ നമ്മൾ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ വിദ്യാഭ്യാസ ഇടങ്ങളിൽ നമ്മൾ നടത്തിയ വികസന പ്രവർത്തനങ്ങളാണ്. കുട്ടികളെല്ലാം തന്നെ കമ്പ്യൂട്ടർ സാക്ഷരത ഒരു സംസ്ഥാനമായ അപ്പോഴേക്കും കേരളം മാറിയിരുന്നു. അതോടൊപ്പം കേരളത്തിലെ എല്ലാ സ്ഥലത്തും ഇന്റർനെറ്റ് സൗകര്യം എത്തിക്കാവുന്ന തരത്തിൽ ഒരു 70% സ്ഥലത്ത് ഇന്റർനെറ്റ് സൗകര്യത്തിൽ കുട്ടികൾക്ക് അധ്യാപകരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്ന തരത്തിലേക്ക് നമ്മൾ. ഇത്തരം പ്രതിസന്ധി വന്നപ്പോൾ ചില കാര്യങ്ങളിൽ പ്രതിസന്ധി ഉണ്ടായി. ആവശ്യമായ ഉപകരണങ്ങളില്ല. കുട്ടികൾക്ക് ടിവിയിലൂടെ ക്ലാസുകൾ കാണുന്നതിന് ടിവി നടത്തുന്ന പ്രശ്നം, അതോടൊപ്പം ഇന്റർനെറ്റ് എത്താത്ത സ്ഥലങ്ങളിൽ ഇന്റർനെറ്റ് സൗകര്യം എത്തിക്കുക, മൊബൈൽ ഫോണുകൾ, സ്മാർട്ട് ഫോണുകൾ ഇല്ലാത്ത വീടുകളിലേക്ക് സ്മാർട്ട് ഫോണുകൾ എത്തിക്കുക. ഇത്തരം പ്രതിസന്ധിയെ പൊതുസമൂഹം അതിജീവനമാണ്. നമ്മുടെ പഞ്ചായത്തുകൾ എല്ലാ സ്ഥലങ്ങളിലും ടിവി എത്തിക്കുന്നതിനും അവിടെ ഇലക്ട്രിഫൈ ചെയ്യുന്നതിനും, കാരണം നമ്മുടെ അട്ടപ്പാടിയാണെന്ന് വലിയൊരു പ്രതിസന്ധി ഉണ്ടായിരുന്നു. ആ പ്രതിസന്ധി 146 ടിവി വിവിധ സ്ഥലങ്ങളിൽ DRC മാത്രം വെച്ചു. അങ്ങനെ ടിവി സ്ഥാപിക്കുന്ന ചില സ്ഥലങ്ങളിൽ പ്രശ്നമുണ്ട്. അപ്പോൾ തന്നെ പഞ്ചായത്തും അതുപോലെ ITDP പോലെയുള്ള സംവിധാനങ്ങൾ ഇടപെട്ടുകൊണ്ട് രംഗത്തിക്കുന്നതിനും ഉടനെ ടിവിയിലൂടെ കുട്ടികൾ ക്ലാസ് കാണുന്നതിന് ആവശ്യമായിട്ടുള്ള ഇടപെടൽ. അപ്പൊ ഒരു പ്രശ്നത്തെ ചുരുക്കി പറയുന്നത്, ഒരു പ്രശ്നത്തെ നമ്മൾ അഭിമുഖീകരിക്കുന്നു, പൊതുസമൂഹം പ്രശ്നത്തെ ഏറ്റെടുക്കുകയും ആ പ്രശ്നത്തെ മറികടക്കാൻ ആവശ്യമായ വലിയ ഇടപെടൽ നമ്മുടെ പൊതുവിദ്യാഭ്യാസ രംഗത്തുണ്ട്. അതോടൊപ്പം തന്നെ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മകൾ വലിയ രീതിയിൽ സ്കൂൾ സപ്പോർട്ടിംഗ് കമ്മിറ്റികൾ സ്കൂളിൽ രൂപീകരിച്ചു. സ്കൂളിന് ആവശ്യമായ എല്ലാ സ്ഥലത്തും വലിയ കെട്ടിടങ്ങൾ തന്നെ, സ്മാർട്ട് ക്ലാസ് റൂമുകളായാലും വലിയ കെട്ടിടങ്ങൾ തന്നെ പൂർവ്വ വിദ്യാർത്ഥി സംഘത്തിന്റെ സ്കൂൾ സപ്പോർട്ടിംഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലുണ്ടായി. ഇങ്ങനെ വലിയ ഇടപെടൽ പൊതുസമൂഹത്തിന്റെ ഭാഗമായി പൊതുവിദ്യാഭ്യാസം ഉണ്ടാവുകയും ആ ഇടപെടലിന്റെ മാറ്റമായി തന്നെ പൊതുവിദ്യാഭ്യാസ രംഗം ലോകത്ത് തന്നെ മാതൃകയാകാവുന്ന തരത്തിലേക്ക് വരികയും, കാരണം നമ്മുടെ ഓരോ ക്ലാസ്സിലും വരുന്ന കുട്ടികൾ ലോകത്ത് ഏത് ക്ലാസ്സിൽ നിന്നും ഇറങ്ങുന്ന, അല്ലെങ്കിൽ 4ാം ക്ലാസ്സിലെ കുട്ടി പഠിച്ചിറങ്ങുമ്പോൾ 4ാം ക്ലാസ്സിന്റെ കുട്ടികൾ കാഴ്ച നമ്മുടെ പൊതുവിദ്യാഭ്യാസ വകുപ്പും, കാരണം നമുക്ക് അടിസ്ഥാന സൗകര്യ വികസനം കഴിഞ്ഞ 10 വർഷത്തിന് ഏകദേശം 7000 കോടി രൂപയാണ് അടിസ്ഥാന സൗകര്യ വികസനം മാത്രം.
എല്ലാ വിദ്യാലയങ്ങളും അടിസ്ഥാന സൗകര്യം, പൊതുവിദ്യാലയങ്ങളുടെ അടിസ്ഥാന സൗകര്യം വലിയ മാറ്റം. ഈ നിക്ഷേപം നടത്തിയ ശേഷം പൊതുസമൂഹത്തിന്റെ ആവശ്യം എന്താണ്? കുട്ടിക്ക് ഏറ്റവും ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ലഭിക്കണം. കാരണം നമ്മൾ കുട്ടികളെ കേരളത്തിലുള്ള 100% കുട്ടികളും സ്കൂൾ രജിസ്ട്രേഷൻ നടത്തി കഴിഞ്ഞു. അതോടൊപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ പരിഗണിക്കേണ്ട ഭിന്നശേഷി വിഭാഗത്തിലെ മുഴുവൻ കുട്ടികളെയും നമ്മൾ സ്കൂൾ അഡ്മിഷൻ എടുക്കുന്നതിന് സാധിച്ചു. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോൾ നമ്മൾ ഓരോ രക്ഷിതാവും സ്കൂളിലേക്ക് വിടുന്നത് അവൻ ഏറ്റവും മികച്ച വിദ്യാഭ്യാസം ലഭിക്കണം എന്നുള്ള തരത്തിൽ തന്നെയാണ്. അവിടെ ചില പ്രശ്നങ്ങളുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം കുട്ടികൾക്ക്, എല്ലാ കുട്ടികളും നമ്മൾ കാണുന്നത് 100% കുട്ടിയല്ല, എല്ലാ 100% എന്ന് പറഞ്ഞാൽ നമ്മുടെ പൊതുവിദ്യാഭ്യാസ രംഗത്തിന്റെ ഒരു കാഴ്ചപ്പാട് ഇപ്പൊ വെച്ചാൽ ഓരോ കുട്ടിയും ഓരോ ഇപ്പൊ നമ്മള് ഓരോ ഫയലും ഓരോരോ പ്രത്യേക ഫയൽ ഉണ്ടാവും എന്ന് പറഞ്ഞ പോലെ തന്നെ ഓരോ കുട്ടിയെയും ഓരോ യൂണിറ്റ് ആയിട്ടാണ് നമ്മൾ പൊതുവിദ്യാഭ്യാസ രംഗത്ത് ആ ഓരോ കുട്ടിയെയും എന്താണ് കുട്ടിയിൽ അന്തർലീനമായി കിടക്കുന്ന കഴിവുകൾ എന്ന് കണ്ടെത്തുകയും ആ കഴിവിനനുസരിച്ചുള്ള അവന് പിന്തുണ, എന്താണ് അവന്റെ പ്രശ്നങ്ങളെന്ന് ഓരോരുത്തരുടെ പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങൾ ക്കുന്നതിന് പിന്നെ സ്കൂളിൽ നിന്ന് ലഭിക്കാവുന്ന കാര്യമാണെങ്കിൽ പൊതുസമൂഹമായി എന്താണ് അവന് പിന്തുണ ലഭിക്കേണ്ടത്, വിവിധ വകുപ്പുകളുടെ ഭാഗമായിട്ട് എന്താണ് പിന്തുണ ലഭിക്കുന്നത്, ആ പിന്തുണകൾ കൂടി നൽകിക്കൊണ്ട് അവനെ എല്ലാ കുട്ടികളെയും ഒരേപോലെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു പരിപാടി ചെയ്യുമ്പോൾ വലിയ രീതിയിലുള്ള മുതൽ മുടക്ക് കൊണ്ട് മാത്രം നമുക്ക് എത്തിക്കാൻ കഴിയും. കാരണം വലിയ മുതൽ മുടക്ക് ഓൾറെഡി നടത്തി കഴിഞ്ഞു. എല്ലാ വിദ്യാലയങ്ങളിലും അടിസ്ഥാന സൗകര്യത്തിന് കുറവുമില്ല. പണ്ടെല്ലാം നമ്മുടെ അട്ടപ്പാടി മേഖലയിൽ അധ്യാപകരുടെ കുറവായിരുന്നു വലിയ പ്രശ്നമായി. ഇന്ന് ഒരു വിദ്യാലയങ്ങളിലും ഒരു തസ്തികയും ഒഴിഞ്ഞു കിടക്കാത്ത രീതിയിൽ അവിടെ അധ്യാപകരുണ്ട്. ആ മിക്കവാറും എല്ലാ ക്ലാസ് മുറികൾ, ചില്ലറ പ്രശ്നങ്ങളുണ്ട് നമുക്ക് ഉന്നയിക്കുന്നതാണ്, എല്ലാ ക്ലാസ് മുറികളും മികച്ച സൗകര്യത്തോടു കൂടി നമുക്ക് ഒരുക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പ്രസിഡന്റ് സൂചിപ്പിച്ച കമ്പ്യൂട്ടർ പോലെ ഇന്റർനെറ്റ് പുതിയ ടവറുകൾ കൂടി ശരിയാകൂടി എല്ലാ വിദ്യാലയങ്ങളിലും സൗകര്യം എത്താവുന്ന തരത്തിലേക്ക് നമ്മൾ മാറുകയാണ്. അപ്പൊ എന്താണ് കുട്ടിക്ക് ഏറ്റവും അടിസ്ഥാനമായി നമുക്ക് നൽകാൻ കഴിയുന്നത്, അല്ലെങ്കിൽ സിസ്റ്റത്തിന് അല്ലെങ്കിൽ സർക്കാർ നൽകാൻ കഴിയുന്നത്, ആ സൗകര്യങ്ങളെല്ലാം കുട്ടിക്ക് നൽകിയതിനു ശേഷവും ചില പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്ന മറച്ചു വെച്ചിട്ട് കാര്യം നമുക്കറിയാം. നമ്മളിപ്പോ സബ്ജക്ട് മിനിമം എന്നൊരു പരിപാടി എല്ലാവരും ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ്. കുറെ ചർച്ച ചെയ്യുന്നതാണ്. പ്രസിഡന്റ് പറഞ്ഞ നേരത്തെ പഴയ വിദ്യാഭ്യാസവും പുതിയ വിദ്യാഭ്യാസവും തമ്മിലൊരു താരതമ്യം എന്നുള്ള തരത്തിൽ അദ്ദേഹം സംസാരിക്കുകയുണ്ടായി. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട പണ്ട് നമ്മളൊക്കെ 1ാം ക്ലാസ്സിൽ പോകുന്ന കാലത്ത് യഥാർത്ഥ ഒരു ധാരണയും ഇല്ലാതെയാണ് സ്കൂളിലേക്ക് കയറി ചെല്ലുന്നത്. ആദ്യമായി എന്ന രൂപം കാണുന്നത് ഞാനല്ല, എന്റെ അമ്മ ടീച്ചറായിരുന്നു. ഞാൻ പറയുന്നത് സമയം പറയുന്നത് അത്തരം ധാരണയുള്ള വീട്ടിൽ പോകുന്നത് പോലും ഞാൻ ആ എന്നൊരു അക്ഷരത്തെ കാണുന്നത് 1ാം ക്ലാസ്സിൽ എന്നെ ചേർത്തിയതിനു ശേഷം അക്ഷരത്തെ കാണുന്നത്. സ്കൂൾ എന്നൊരു സംവിധാനത്തെ അതിന് മുമ്പ് പോയി. പക്ഷെ നമ്മുടെ 90% ആൾക്കാരൊന്നുമില്ല. KG നേരെ എവിടേക്കാണ്, സ്കൂളിലേക്കാണ് പോകുന്നത്. പക്ഷെ ഇന്ന് 1ാം ക്ലാസ്സിൽ വരുന്ന ഒരു കുട്ടി അവൻ ലോകത്തെ കുറിച്ച് നല്ല ധാരണയുള്ളവനായിട്ടാണ് വലിയ, കാരണം ഒരു കമ്പ്യൂട്ടർ സാക്ഷരത അവൻ നേടിയ ശേഷമാണ് ഇവിടേക്ക് വരുന്നത്, സ്കൂളിലേക്ക് വരുന്നത്. ഒരു മൊബൈൽ ഉപയോഗിക്കുന്ന മിക്കവാറും എല്ലാ സാധനവും നമ്മളൊന്നും എത്തിപ്പെടാത്ത മേഖലകളിലെല്ലാം ഒരു മൊബൈൽ ഫോണിന്റെ മേഖലകളിൽ എത്തി അവിടെ അത്യാവശ്യം ഗവേഷണമൊക്കെ നടത്തി അതിലെന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് അവർ അതും കൂടി ചെയ്തതിന് ശേഷമാണ് അവിടേക്ക് വരുന്നത്, 1ാം ക്ലാസ്സിലേക്ക് വരുന്നത്. അപ്പൊ പഴയ തരത്തിലൊരു കുട്ടിയെ അല്ല ഓരോ ചെയ്ത് നമുക്ക് കിട്ടുന്നത്. അവൻ ധാരാളം അറിവുള്ള ഒരാളാണ്. ആ അറിവിനൊപ്പം പ്രാഥമികമായി നമുക്ക് നൽകേണ്ട സാധനങ്ങൾ കൂടി ക്ലാസ്സുകളിൽ നൽകി അവൻ എന്താണോ അവന്റെ കഴിവ് എന്ന് കണ്ടെത്തി പറഞ്ഞ ഓരോ കുട്ടിയും ഒരു യൂണിറ്റ് എന്ന തലത്തിൽ അവൻ മനസ്സിലാക്കുകയും ഇടപെടുകയും ചെയ്തുകൊണ്ട് അവന് മികച്ച വിദ്യാഭ്യാസ സൗകര്യം നൽകുക എന്നതാണ് ബോർഡ് നമ്മൾ ഏറ്റവും പ്രാഥമികമായി എന്നാണ് അതിന്റെ പ്രമുഖമായിട്ട് പറയാൻ. അതോടൊപ്പം നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട അക്കാദമി നമ്മൾ പ്രസിഡന്റ് സൂചിപ്പിച്ചു. നമ്മളെ ആരെ വിശ്വസിച്ചപ്പെടുന്നത്, അവിടുത്തെ ഹെഡ് മാസ്റ്ററെയും അധ്യാപകരെയും വിശ്വസിച്ച് അദ്ദേഹം അത് ഏറ്റവും ലളിതമായി തന്നെയാണ് ഏറ്റവും പ്രധാനം. കാരണം ഒരു വിദ്യാലയത്തിൽ നിന്നും കുട്ടിക്ക് ലഭിക്കേണ്ട അക്കാദമികമായ അനുഭവങ്ങൾ കൃത്യമായി ലഭിക്കുന്നു. 1ാം ക്ലാസ്സിൽ എന്ന കുട്ടി അവൻ 1ാം ക്ലാസ്സിൽ ആർജിക്കുന്ന ശേഷികൾ എന്താണ്, ആ ശേഷിച്ചാണോ അവൻ 1ാം ക്ലാസ്സിലേക്ക് പോകുന്നത് എന്ന് പൊതുസമൂഹത്തിന്റെ വിലയിരുത്തൽ ആവശ്യമാണ്. അങ്ങനെ കാരണം സമൂഹത്തിനുള്ളിൽ
നമ്മൾ നല്ല ഇടപെടൽ നടത്തുന്ന വിദ്യകളുണ്ട്. ആ നല്ല ഇടപെടൽ നടത്തുന്ന വിദ്യകൾ കൃത്യമായി ഓരോ മാറ്റം ആ വിദ്യാലയം. പിന്നെ അതുപോലെ പഞ്ചായത്ത് തല സമിതികൾ, പഞ്ചായത്ത് നന്നായി ചില സ്ഥലങ്ങളെല്ലാം ഗ്രാമപഞ്ചായത്ത് സ്വന്തമായി അവിടുത്തെ കാര്യങ്ങൾ വെച്ചുകൊണ്ട് പാഠപുസ്തകം വരെ തയ്യാറാക്കിയ പഞ്ചായത്തുകൾ. അത്തരത്തിൽ ഓരോ വാർഡിന്റെയും ഓരോ ജനപ്രതിനിധിയും അവിടെയുള്ള വിദ്യാലയം എന്റെ ഏറ്റവും വലിയ ഇടപെടൽ നടത്തേണ്ട ഒരു ഇടമായിട്ട് ആ പൊതുവിദ്യാലയം മാറണം എന്നൊരു കാഴ്ചപ്പാടിലേക്ക് നമ്മൾ മാറണം. എന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ വിദ്യാലയത്തിന്റെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ ഇടപെടാൻ പറ്റും. പ്രത്യേകിച്ച് അട്ടപ്പാടി പോലെയുള്ള സ്ഥലങ്ങളിൽ ഓരോ വർഷവും അവിടെ വരുന്ന അധ്യാപകർ മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഒരു വർഷം ഒരു ടീച്ചർ വന്ന് അവിടുത്തെ കാര്യങ്ങളെല്ലാം പഠിച്ചു വരുമ്പോഴേക്കും ആ ടീച്ചർക്ക് അവിടുത്തെ സാമൂഹ്യ സാഹചര്യങ്ങളെ കുറിച്ച് മനസ്സിലാവുന്നതിന് മുമ്പ് അടുത്ത ആൾ വരും. അവരും എന്ത് ചെയ്യുന്നു, ഈ പ്രശ്നം ഇതിങ്ങനെ ഒരു വലിയ പ്രശ്നമായി പോവുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ പഞ്ചായത്ത് എഡ്യൂക്കേഷൻ കമ്മിറ്റികൾ, അവിടെ ഈ പഞ്ചായത്ത് എഡ്യൂക്കേഷൻ കമ്മിറ്റി ഇവിടെ ഉള്ളതും അതോടൊപ്പം സ്കൂളിലുള്ള സ്കൂൾ സപ്പോർട്ടിംഗ് കമ്മിറ്റികൾ, പിന്നെ അവിടുത്തെ PTA കമ്മിറ്റികൾ എന്ത് ചെയ്യേണ്ടത്, യഥാർത്ഥത്തിൽ അവിടെയുള്ള അധ്യാപകരെ നിയന്ത്രിച്ചുകൊണ്ട് ആവശ്യമായ പിന്തുണ നൽകിക്കൊണ്ട് മുന്നോട്ട് പോകുകയാണ്. അപ്പൊ ആ തരത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ അക്കാദമിക പ്രവർത്തനങ്ങൾ മാറ്റിയെടുക്കും. ഇപ്പൊ നമ്മൾ 8ാം ക്ലാസ് സബ്ജക്റ്റിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. 8ാം ക്ലാസ്സിലാണ് നമ്മൾ പരിശോധന നടത്തിയത്. ആ പരിശോധനയുടെ ഭാഗമായി തന്നെ ഈ വാർഷിക പരീക്ഷ 2ാമത് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മുടെയുള്ള 8 ഹൈസ്കൂളുകളിലും ഇന്ന് 8ാം ക്ലാസ്സിലെ കുട്ടികൾ പരീക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ പരിശോധന നടത്തിയപ്പോൾ ഒരു 20% കുട്ടികൾ അവർ നേടേണ്ട ശേഷികൾ നേടിയ അടുത്ത ക്ലാസ്സിലേക്ക് പോകാൻ പോകുന്നു. കാരണം ഇതിലെല്ലാം നമ്മുടെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ശാസ്ത്രീയമായി ലോകത്തെല്ലാം വിദ്യാഭ്യാസ പരിഷ്കരണം നടത്തിയപ്പോൾ തോൽക്കുക എന്നുള്ളൊരു കാര്യമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ, നമ്മൾ നേരത്തെ വന്ന എല്ലാം സ്കൂളിലേക്ക് വരുന്നത്, അവൻ ഈ ക്ലാസ്സിലേക്ക് പോകാൻ ചിലപ്പോൾ അക്കാദമികപരമായി എഴുതി ജയിക്കാൻ കഴിയില്ല എന്നൊരു കുറവ് മാത്രമേ അവൻ ഉണ്ടാവുള്ളൂ. നന്നായി കമ്പ്യൂട്ടർ കൈകാര്യം ചെയ്യും. ഇന്റർനെറ്റിലൂടെ സെർച്ച് ചെയ്ത് ലോകത്തിന്റെ അങ്ങേയറ്റം അതില് ഈ എല്ലാ കാര്യങ്ങളും സൂര്യനെ അല്ലെങ്കിൽ നടക്കുന്ന വിവിധ കാര്യങ്ങൾ നല്ല ധാരണ ഉണ്ടാവും. അവൻ അറിയുന്ന കാര്യങ്ങളെ ക്ലാസ്സിൽ പഠിപ്പിച്ച കേവലമായ കാര്യങ്ങൾ എഴുതി പഠിപ്പിക്കാത്ത ക്ലാസ്സിലേക്ക് പോകാനുള്ള യോഗ്യതയിൽ കുറവുണ്ട് എന്നുള്ള തരത്തിലാണ് ലോകത്തെ മുഴുവൻ ശാസ്ത്രീയമായി കുട്ടികളെ നമ്മൾ കണ്ടത്. അപ്പൊ കുട്ടിയെ എങ്ങനെയാണ് വിലയിരുത്തുന്നത് എന്നതിനെ സംബന്ധിച്ച് നമുക്ക് കൃത്യമായ നമ്മളിപ്പോൾ നടന്ന എന്താണ്, അവന്റെ ഓർമ്മ പരിശോധിച്ചുള്ള എഴുത്ത് പരീക്ഷ മാത്രമാണ്. അതോടൊപ്പം തന്നെ നിരന്തര വിലയിരുത്തൽ എന്നൊരു പരിപാടി കൂടി നടക്കുന്നുണ്ട്. കാരണം ഓരോ ദിവസവും എങ്ങനെയാണ് പ്രവർത്തനങ്ങളോട് പ്രതികരിക്കുന്നത് എന്നത് കണക്കിലെടുത്തുകൊണ്ടാണ് നിരന്തര വിലയിരുത്തൽ എന്നൊരു പരിപാടി കൂടി എന്ത് ചെയ്യുന്നതിന് കൂടെ ുണ്ടെങ്കിലും അത് നമ്മുടെ വിദ്യാലയങ്ങളിൽ ഫലപ്രദമായി ഇപ്പോഴും നടക്കുന്നില്ല എന്നത് കാര്യം കൂടി. അക്കാദമിക പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ എഴുത്ത് പരീക്ഷയെ മാത്രം ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ എന്ത് ചെയ്യുന്നത്, ഒരു കുട്ടിയെ വിലയിരുത്തുന്നത്. അപ്പൊ നമ്മള് മാറി നമ്മുടെ ക്ലാസ്സിൽ ഇപ്പോ കഴിഞ്ഞ ഈ 24-ാം തീയതി കഴിഞ്ഞ മാസം 1-ാം തീയതി PTA യോഗങ്ങൾ ചേർന്ന് മിക്കവാറും 7-ാം തീയതി ഞങ്ങൾ ക്ലാസ് ആരംഭിച്ചത്. 7-ാം തീയതി തുടങ്ങി 24-ാം തീയതി വരെ ഈ 30% കുറവ് മാർക്കുള്ള 8ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ആ സ്കൂളിലെ അധ്യാപകരും എല്ലാവരും ചേർന്ന് വലിയൊരു യുദ്ധകാലാടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നമ്മുടെ ഹൈസ്കൂളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ 24-ാം തീയതി ക്ലാസ് എടുത്ത് വീണ്ടും സാധാരണ രീതിയിലുള്ള പരീക്ഷ വീണ്ടും നടത്തുകയാണ്. അപ്പൊ ഇങ്ങനെ നടത്തി മാറ്റിയിരുത്തപ്പെട്ട കുട്ടികൾ അവരെല്ലാ തരത്തിലും മോശമാണെന്നൊരു കാഴ്ചപ്പാട് ആ കുട്ടികളെ നമ്മൾ ചെന്ന് കാണുമ്പോൾ അവരോട് സംസാരിക്കുമ്പോൾ അവർ ഗണിതത്തിൽ നല്ല അറിവുണ്ട്, പക്ഷെ എന്ത് ചെയ്യാൻ പറ്റില്ല, മലയാളത്തിൽ എഴുതിയ കാര്യങ്ങളെ ആ ചോദ്യത്തെ വായിച്ച് അതിന്റെ ഉത്തരം എങ്ങനെയാണ് എഴുതേണ്ടത് എന്ന് അവർക്കറിയില്ല. ഇപ്പോ ഭാഷയിൽ ചില ഏറ്റവും കൂടുതൽ ഉള്ളത് ഭാഷയിലാണ് ഏറ്റവും കൂടുതൽ കണ്ടത്. പിന്നെ ഹിന്ദിയിലാണ് വലിയ പിന്നോട്ട് പോകുന്നത്. പിന്നെ ബയോളജിയിലാണ് നമ്മൾ 8ാം ക്ലാസ്സിലെ പരിശോധനയിൽ നമ്മൾ പിന്നോട്ട് പോയിരുന്നത്. പരീക്ഷണാടിസ്ഥാനത്തിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ചെയ്തതാണ്. കാരണം പൊതുസമൂഹത്തിന്റെ അകത്ത് വലിയ ചർച്ച ഉയരുന്നുണ്ട്. കാരണം ഈ കുട്ടികളെ മുഴുവനായി ഈ തരത്തിൽ ജയിപ്പിച്ചു വിടുമ്പോൾ ജയിക്കുന്ന കുട്ടിക്ക് ഇതിനോട് കമ്മിറ്റ്മെന്റ് ഇല്ല. കാരണം ഈ പരീക്ഷ എഴുതേണ്ടതാണ്. ഇപ്പൊ പല കുട്ടികളെ എടുത്ത ക്ലാസ്സിൽ ഇങ്ങനെയല്ല, 1ാം പരീക്ഷയ്ക്ക് 2ാം പിന്നെ അർദ്ധവാർഷിക പരീക്ഷയ്ക്ക് നല്ല ചെയ്തിട്ടുണ്ട്. ഈ കൊല്ലം പരീക്ഷ എഴുതിയാലും എഴുതിയില്ല ജയിക്കുന്നു എന്നുള്ള ധാരണ കുട്ടിക്കുണ്ട്. അപ്പൊ അവരെന്ത് ചെയ്യാണ്, വളരെ ഇതായിട്ട് എന്ത് ചെയ്യാണ്, എഴുതാതെ അല്ലെങ്കിൽ എന്തെങ്കിലും വരച്ചു വെച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും എഴുതി വെച്ച് പോകുന്ന ഒരു മനസ്സ്. പക്ഷെ അതിനൊരു മാറ്റം ഉണ്ടാകുകയാണ്. അതോടൊപ്പം ഇതിന്റെ PTA മീറ്റിംഗ് ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ കുട്ടികൾ PTA മീറ്റിംഗ് വിളിച്ചത് 90% മുകളിലാണ് എന്ത് ചെയ്യുന്നത് രക്ഷിതാക്കൾ വന്നത്. കാരണം എന്റെ കുട്ടി തോൽക്കാൻ
എന്നൊരു സന്ദേശം വന്നതോടുകൂടി എല്ലാ മീറ്റിങ്ങുകളിലും 90%-ലധികം മിക്ക സ്കൂളുകളിലും 100% രക്ഷിതാക്കൾ വന്നിട്ടുണ്ടെങ്കിൽ അവർ പെട്ടെന്ന് എന്ത് ചെയ്തു, ഒരു പാനിക്കായി. കുട്ടി 8ാം ക്ലാസ് തോൽക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് വരെ ചിന്തിച്ചതിന്റെ നേരെ സംഭവിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കുട്ടികളും രക്ഷിതാക്കളും വളരെ ജാഗ്രതയോടെ ക്ലാസ്സിൽ കുട്ടികൾ നല്ല പ്രവർത്തനം ചെയ്യുന്ന രീതിയിലേക്ക് മാറിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇതൊരു പരീക്ഷണാടിസ്ഥാനത്തിൽ വരും വർഷത്തിൽ എന്ത് ചെയ്യാൻ പോവാണ്, മിക്കവാറും എല്ലാ ക്ലാസ്സുകളിലും നടത്തുന്നത്. അപ്പൊ ഇങ്ങനെ നടപ്പിലാക്കുമ്പോൾ ഇത്തരം ഒരു പരീക്ഷ കൊണ്ട് മാത്രമേ പരീക്ഷയെ മറികടക്കാവുന്ന തരത്തിലൊക്കെ ചിലപ്പോഴെങ്കിലും ഞങ്ങൾ പേപ്പർ നോക്കുമ്പോൾ തന്നെ ചില കാര്യങ്ങൾ എന്ത് ചെയ്യുന്നതിന് മറികടക്കാവുന്ന തരത്തിലേക്ക് ചില ഇടപെടലുകൾ. 3 ചിത്രമുണ്ട്. 3 ചിത്രം വരച്ചാൽ തന്നെ എന്തായി 15 മാർക്ക്, 16 മാർക്ക് എന്ത് ചെയ്യാൻ വേണ്ടുള്ളൂ, ജയിക്കാൻ വേണ്ടുള്ളൂ. കേവലമായ ഈ ചിത്രം വര എന്ന ഏറ്റവും ഒരു കാര്യത്തിൽ തന്നെ കുട്ടിക്ക് പ്രാക്ടീസ് ചെയ്താൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, കുട്ടിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ മറികടക്കാൻ കഴിയും എന്നുള്ള ധാരണയുണ്ട്. അപ്പൊ നമുക്ക് ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഓരോ ക്ലാസ്സിലും കുട്ടി നേടേണ്ട ശേഷി, 1ാം ക്ലാസ്സിൽ ഒരു കുട്ടി 1ാം ക്ലാസ് കഴിഞ്ഞു പോകുമ്പോൾ കുട്ടി അവിടെ നേടേണ്ട ശേഷികളെ സംബന്ധിച്ചമായ എന്തുണ്ട്, ധാരണ അധ്യാപകർക്കുണ്ട്. അതാർക്കുണ്ടാവണം, നമ്മുടെ രക്ഷിതാക്കൾക്ക് കൂടി ഉണ്ടാവണം. സമൂഹം അതോടൊപ്പം ഇതിന് പിന്തുണ കൊടുക്കുന്ന പൊതുസമൂഹം കൂടി അങ്ങനെ ധാരണയുള്ള തരത്തിൽ നമ്മുടെ സ്കൂളുകൾ ചെയ്യപ്പെടുകയും ചെയ്യും. ഇതിന് വലിയ മാറ്റങ്ങൾ സാധിക്കും. ഞാൻ പറയുന്നത് ഈ അധ്യാപകന്റെ മാത്രം പ്രശ്നമായി നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളെ മാത്രം വിശ്വസിച്ചാണ് വിടുന്നത് എന്നുള്ളതെന്നാണ് കേവലമായ കാഴ്ചപ്പാടാണ്. പക്ഷെ ഒരു കുട്ടിയുടെ പഠനത്തെ സംബന്ധിച്ച് ധാരാളം കാര്യങ്ങൾ കുട്ടിയുടെ ജീവിതത്തിൽ ഓരോ ക്ലാസ്സിലും വരുന്ന കുട്ടികളും പിന്നെ പോകുന്ന കുട്ടികളെ തന്നെ ക്ലാസ് ടീച്ചർമാർ അവർ പരിശോധിക്കുമ്പോൾ വീട്ടിൽ അച്ഛനും അമ്മയും തമ്മിൽ എല്ലാ ദിവസവും ഉണ്ടാവുന്ന പ്രശ്നമുണ്ട്. ആ പ്രശ്നമാണ് കുട്ടിയുടെ ഏറ്റവും വലിയ പ്രശ്നം. അതിനകത്ത് അവനോട് പിറ്റേ ദിവസം ചെയ്തു വരാൻ പറഞ്ഞാൽ അതിന്റെ പ്രശ്നങ്ങളിൽ ഏറ്റവും അവസാനം പരിഗണന കൊടുക്കേണ്ട ഒരു പ്രശ്നമാണ് ഇത്, ഹോംവർക്ക് ചെയ്യുക എന്ന പ്രശ്നം. കാരണം വീട്ടിൽ അച്ഛനും അമ്മയും തമ്മിൽ വീട്ടിലിരിക്കാൻ പറ്റാത്ത തരത്തിലുള്ള പ്രശ്നങ്ങൾ വീട്ടിനകത്തിരിക്കുമ്പോൾ നമുക്ക് അവനോട് പഠിക്കുന്നു. അതുപോലെ ഞങ്ങളുടെ വീടിനുള്ള സൗകര്യം, മഴ പെയ്യുമ്പോഴോ കാറ്റടിക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു കാര്യം വരുമ്പോൾ വീട്ടിലിരിക്കുന്ന മഴ കൊള്ളാത്ത കുട്ടിയോട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ഈ ഒരു കാര്യം. അതോടൊപ്പം പല ബുദ്ധിപരമായ ചില പ്രശ്നങ്ങൾ നമ്മളിപ്പോ ഏകദേശം മുഴുവനായി തന്നെ അത്തരം കുട്ടികളെ കണ്ടെത്താനും അവർക്ക് ആവശ്യമായ പിന്തുണ കൊടുക്കാനും സംവിധാനങ്ങളുണ്ട്. തന്നെ അവര് സ്ക്രീൻ ചെയ്ത് പഠന പിന്തുണ ആവശ്യപ്പെടുന്ന കുട്ടികളെ നമ്മൾ ആ തരത്തിൽ തന്നെ പരിഗണിച്ച് മുന്നോട്ട് പോകുന്നു. അതിനെയും നമ്മൾ മിസ്യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ സ്ക്രൈബ് എഴുതുക എന്നുള്ളൊരു സംഭവമുണ്ട്. 10ാം ക്ലാസ് സ്ക്രൈബിന്റെ പിന്തുണയോടെ എഴുതുക. അപ്പൊ എന്താണ് സ്കൂളുകളെ എങ്ങനെയാലും മറികടക്കുന്നത്? ഏകദേശം 10-15% കുട്ടികളെ എന്താക്കി മാറ്റുന്നു, ഇത്തരം പിന്തുണ കുട്ടികളായി മാറ്റുകയും അവരെ മറ്റു കുട്ടികളെ ഉപയോഗിച്ചുകൊണ്ട് പരീക്ഷ എഴുതി മറികടക്കുന്ന 100% വിജയത്തിലേക്ക് പോകുന്ന ഒരു കാര്യം. ഇപ്പോ കഴിഞ്ഞ ദിവസം ജോയിന്റ് ഡയറക്ടർ മീറ്റിംഗിൽ പറഞ്ഞു, അദ്ദേഹം DD ആയിരിക്കുമ്പോൾ 457 കുട്ടികൾക്കാണ് സ്ക്രൈബിന് അനുമതി കൊടുത്തത്. ഇന്നത് 5162 കുട്ടികളാണ് ജില്ലയിൽ. ഏകദേശം 10 അത്രയും ഉണ്ടാവുള്ളൂ. ഒരു 400 കുട്ടികൾ മാത്രമേ ഇത്തരത്തിൽ പരിഗണന അറിയിക്കുന്നുള്ളൂ എങ്കിൽ ഏകദേശം 5000 അതിന്റെ 10 കുട്ടികൾ എന്ത് ചെയ്യാണ്, അത്തരം ഒരു കാര്യം ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാണ്, പരീക്ഷയെ മറികടന്ന് മുന്നോട്ട് പോകുന്ന അവസ്ഥയുമുണ്ട്. അപ്പൊ ഇത്തരത്തിൽ എന്ത് ചെയ്യാണ്, വിലയിരുത്തലിനെ നമുക്ക് എന്ത് വേണം, പ്രാധാന്യം കൊടുക്കണം. അതോടൊപ്പം നമ്മൾ ആധുനികമായ രീതിയിലുള്ള വിദ്യാഭ്യാസ രീതികൾ, നിർമ്മിത ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പോലെയുള്ള ഏറ്റവും അതിനൂതനമായ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യാണ്, വിദ്യാലയങ്ങൾ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് നടപ്പിലാക്കുകയാണ്. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം തന്നെ സ്കൂളിൽ കുട്ടി നിർമ്മിത ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് പഠന പ്രവർത്തനങ്ങൾ നടത്തുന്ന തരത്തിലേക്ക് ആധുനികമായ രീതിയിൽ പഠന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ രംഗത്തുള്ള ഗവേഷണ പ്രവർത്തനം, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മൾ ഇവിടെ നടത്തിയ ഒരു പരിപാടി, പഠിപ്പൂസി എന്നുള്ള പരിപാടി. അത് വിശദമായ കാര്യങ്ങൾ പറയും. നമ്മൾ ഏറ്റവും ബുദ്ധിമുട്ടുന്ന കുട്ടിയുടെ ഭാഷാപരമായ പ്രശ്നമാണ്. നമ്മൾ അട്ടപ്പാടി തന്നെ നമ്മൾ നടത്തിയ വിവിധ പരീക്ഷകളുമായി തന്നെ കുട്ടികൾ ഏറ്റവും പുറകിലേക്ക് പോകുന്ന മലയാള ഭാഷയിലാണ്. അതും പ്രത്യേകിച്ച് ഗോത്രവർഗ മേഖലയിൽ നിന്നുള്ള കുട്ടികളുടെ പ്രശ്നം. കാരണം അവര് സാധാരണ ഒരു മലയാളം ഇംഗ്ലീഷ് പഠിക്കുന്നത് പോലെയാണ് ഒരു ആദിവാസി വിഭാഗം കുട്ടി എന്ത് ചെയ്യുന്നത്, മലയാളം. അവന്റെ 2ാം ഭാഷയാണ് എന്ത് ചെയ്യുന്നത്, മലയാളം പഠിക്കുന്നത്. പക്ഷെ അവൻ എപ്പോഴും ആ തരത്തിലുള്ള പരിഗണനയെ കിട്ടാറില്ല. സ്കൂളുകളിൽ അവൻ ആദ്യ ദിവസം വരുന്ന ദിവസം തന്നെ അവന്റെ മേലേക്ക് എന്താണ് അടിച്ചേൽപ്പിക്കുകയാണ്, മലയാളം അടിച്ചേൽപ്പിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. ആ അടിച്ചേൽപ്പിക്കലിലൂടെ തന്നെ കുട്ടിക്ക് എന്ത് ചെയ്യുന്ന ഭാഷാപരമായ ചില പ്രശ്നങ്ങൾ നേരിടുകയാണ്. അവന്റെ ചില പ്രയോഗങ്ങളെല്ലാം തന്നെ അവൻ
വീട്ടിൽ അവന്റെ ചുറ്റുപാടിൽ അവൻ നടത്തുന്ന പല പദപ്രയോഗങ്ങളും മലയാളത്തിൽ നമുക്ക് കഴിയും. മലയാളത്തിൽ പറയുന്ന പല കാര്യങ്ങളും അവന് ഇതിന്റെ ഏഴയലത്ത് അർത്ഥമില്ലാത്ത ചില കാര്യങ്ങളായിട്ടാണ് അവന് ബോധ്യപ്പെടുന്നത്. അപ്പൊ അവന്റെ ആശയ രൂപീകരണത്തിൽ വലിയ വിടവുകൾ ഉണ്ടാവുകയാണ്. അപ്പൊ ഇത് പരിഹരിക്കുന്നതിനായി തന്നെ നമ്മള് പഠിപ്പൂസി പരിപാടി ആരംഭിച്ചു. അട്ടപ്പാടിയിൽ മാത്രമായി ആദിവാസി ഗോത്രവർഗ മേഖലയിൽ അവര് ആദ്യഘട്ടത്തിൽ 10ാം ക്ലാസ്സിൽ വരുമ്പോൾ കുട്ടി എന്ത് ചെയ്യാണ്, അവന്റെ സ്വന്തം ഭാഷയിൽ സംസാരിക്കുന്നത്. അവൻ ഏതാണോ ഗോത്രവർഗ ഭാഷ സംസാരിക്കുന്ന ആ ഭാഷയിൽ തന്നെ സംസാരിക്കുകയും അവൻ കാര്യങ്ങൾ സംസാരിക്കുന്നത്, പാട്ട് പാടുന്നത്, എന്തെങ്കിലും കവിത ചൊല്ലുന്നത് അല്ലെങ്കിൽ ചിത്രം വരയ്ക്കുന്നത് എല്ലാം എന്ത് ചെയ്യുന്നു അവന്റെ ഭാഷയിലാണ്. അവന്റെ സ്വന്തം ഭാഷയിൽ അവൻ സംസാരിക്കുന്നു, എഴുതുന്നത് എന്ത് ചെയ്യുന്നു ആ ഭാഷയിൽ തന്നെ മലയാള അക്ഷരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് എഴുതാൻ ശീലിക്കുന്നു. അപ്പൊ അവൻ വീട് എന്ന പൂരെ എന്ന് എന്ത് ചെയ്യുന്നു അവൻ അങ്ങനെ എഴുതാൻ പഠിക്കുന്നു ആ ഭാഷയിൽ തന്നെ. പിന്നീട് അവനെ എന്ത് ചെയ്യാണ്, അതിനെ മെച്ചപ്പെടുത്തുകയാണ്. അവൻ ആ പ്രയോഗിക്കുന്ന വാക്കുകളെ കുറച്ചുകൂടി മെച്ചപ്പെടുത്തിക്കൊണ്ട് എന്ത് ചെയ്യാണ് മലയാള ഭാഷയിലേക്ക് ബ്രിഡ്ജ് ചെയ്ത് കൊണ്ടുപോകുന്ന രീതിയാണ് പഠിപ്പൂസി ചെയ്യുന്നത്. അത് നമ്മൾ വളരെ വിജയകരമായിട്ട് നമ്മള് ഗോത്രവർഗ ഭാഷ കുറുമ്പയിലാണ് നമ്മൾ എന്ത് ചെയ്തത്, ആദ്യഘട്ടത്തിൽ അത് ആനവായി സ്കൂളിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അത് അതിന്റെ അടുത്ത ഘട്ടം എന്നുള്ള ചിന്തക്ക് സ്കൂളിൽ നമ്മൾ അത് വിജയകരമായി 2ാം ക്ലാസ്സിൽ നടപ്പിലാക്കിയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു പരിപാടി നമ്മൾ എന്ത് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് നടത്തുന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, എന്താണോ കുട്ടിയുടെ പ്രശ്നം, ഓരോ മേഖലയിലും കുട്ടി എന്താണോ അർത്ഥപരമായ പ്രശ്നങ്ങൾ നേരിടുന്നത് ആ പ്രശ്നങ്ങളെ കൃത്യമായി ആ കണ്ടെത്തിയ പ്രശ്നങ്ങളെ നമ്മൾ കൃത്യമായി അഡ്രസ് കൊണ്ട് അതിനെ മറികടന്ന് മുന്നോട്ട് പോവുക എന്നുള്ളത് കൂടിയാണ്. അതോടൊപ്പം വിവിധ വകുപ്പുകളുടെ ഏകോപനം. നമ്മുടെ അട്ടപ്പാടിയിലെ ഏറ്റവും വലിയ പ്രശ്നം അധ്യാപകർ ഉന്നയിച്ച് നമ്മുടെ കുട്ടികളുടെ അറ്റൻഡൻസ് പ്രസിഡന്റ് എന്ത് ചെയ്യണം, അതിനെ അഡ്രസ് ചെയ്യണം ജനപ്രതിനിധികൾ കൂടി. കാരണം കുട്ടികൾ എല്ലാ ദിവസവും വരാതെ നമുക്ക് എന്ത് ചെയ്യണം, ടീച്ചറും പ്രധാനമന്ത്രിയും അവിടുത്തെ വലിയ സൗകര്യങ്ങളുള്ള സ്കൂളും കാത്തിരുന്നിട്ടും സ്കൂളിൽ എത്തിയില്ലെങ്കിൽ കണക്കില്ല ഒരു പരിപാടി. അത് കുട്ടി എപ്പോഴെങ്കിലും വന്നാൽ എല്ലാ ദിവസവും കുട്ടി എന്ത് ചെയ്യണം, സ്കൂളിൽ എത്തിച്ചേരണം. ആ സ്കൂളിൽ എത്തിച്ചേരുക എന്നുള്ളത് വലിയ ഒരു പ്രയാസമായിട്ടാണ് അട്ടപ്പാടി മേഖലയിൽ നിലനിൽക്കുന്നത്. കാരണം കുട്ടികൾ നിരന്തരമായിട്ട് എന്ത് ചെയ്യുന്ന സ്കൂളിൽ വരും. ഇന്ന് പഠിപ്പിക്കുന്നത് തുടർ പ്രവർത്തനമായി അടുത്ത കുട്ടിക്ക് പഠിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് ഒരു അർത്ഥം ഉണ്ടാവും. അങ്ങനെ കുട്ടികളെ എത്തിക്കുന്നതിന് ഇപ്പൊ നമ്മുടെ സ്കൂളിൽ നിന്നും കുട്ടികളെ കുട്ടികളെ എത്തിക്കുന്ന യാത്രാ പരിപാടിയായിരുന്ന ഗോത്രസാരഥി അല്ലെ, ഗോത്രസാരഥി പരിപാടി നമ്മളെ നടപ്പിലാക്കുന്നുണ്ട്. എന്നിട്ട് പോലും എന്ത് ചെയ്യുന്നില്ല, വണ്ടി കുട്ടിയുടെ മുന്നിൽ എത്തിയിട്ട് പോലും എന്ത് ചെയ്യുന്നില്ല, വണ്ടിയിൽ കയറി എന്ത് ചെയ്യുന്നില്ല, സ്കൂളിൽ വരുന്നില്ല എന്നൊരു പ്രശ്നമാണ് നമ്മുടെ മേഖലയിലെ അക്കാദമിക പ്രവർത്തനങ്ങൾക്ക്. ഞാൻ ചർച്ചയുടെ ഭാഗമായി അധ്യാപകർ ഉന്നയിക്കാൻ പോകുന്ന വിഷയമാണെങ്കിൽ പോലും അതൊരു സൂചനയായിട്ട് മുന്നോട്ട് നൽകി. അപ്പൊ അത്തരം പ്രശ്നങ്ങളെ സർക്കാർ തലത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, സാരഥി വണ്ടി വിടുന്നു, വലിയ രീതിയിലുള്ള പണം ചെലവഴിക്കുന്നു. പക്ഷെ അതിനെന്ത് ചെയ്യുന്നില്ല, കൃത്യമായ തരത്തിൽ നമുക്ക് എന്ത് ചെയ്യുന്നില്ല എന്നൊരു പ്രശ്നമുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരം നമ്മൾ സമിതികൾ രൂപീകരിക്കുന്നതോടുകൂടി നമ്മൾ വാർഡ് സമിതികൾ കൂടി ചിലപ്പോൾ ഈ അട്ടപ്പാടി പോലെയുള്ള സ്ഥലങ്ങളിൽ എന്ത് ചെയ്യാൻ വേണ്ടി രൂപീകരിക്കേണ്ടി വരും. അവരുടെ ഇടപെടൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുട്ടികളെ നിരന്തരമായി സ്കൂളിൽ എത്തിക്കാൻ കഴിയണം. അതുപോലെ നമ്മൾ ഈ പരിപാടി ലക്ഷ്യം വെക്കുന്നത് പാഠ്യപദ്ധതി മുന്നോട്ട് വെച്ച പഠനലക്ഷ്യങ്ങളെല്ലാം കുട്ടികൾ നേടുന്നതിന് ആവശ്യമായ സാഹചര്യം ഞാൻ നേരത്തെ പറഞ്ഞ നമ്മൾ ഇതുപോലെയുള്ള ചില സൂചിപ്പിച്ചത് ഇത്തരം കാര്യങ്ങളെ മുഴുവൻ ഏകോപിപ്പിച്ചുകൊണ്ട് അതിൽ പ്രശ്നങ്ങൾ കണ്ടെത്തി ആ പ്രശ്നം പരിഹരിക്കാനുള്ള ഇടപെടൽ നമ്മൾ എന്ത് ചെയ്യണം, നടത്തേണ്ടതുണ്ട്. അതുപോലെ സാമൂഹ്യ നീതി എന്നുള്ള കാര്യം നമ്മൾ പലപ്പോഴും നമ്മുടെ പല വിഭാഗ കുട്ടികളും എന്ത് ചെയ്യുന്നു, പാർശ്വവൽക്കരിക്കപ്പെടുന്ന ഒരു പ്രശ്നം നമ്മുടെ പൊതുവിദ്യാഭ്യാസ രംഗത്തുണ്ട്. കാരണം ഈ കുട്ടികൾ പഠന പ്രവർത്തനം പിന്നോട്ട് പോകുന്നു എന്നുള്ളത് ചില നമ്മുടെ ആദിവാസി ഗോത്രവർഗ മേഖലയിലുള്ള, അതുപോലെ തീരദേശ മേഖല, ഈ 2 മേഖലയിലുള്ള കുട്ടികളാണ് വിദ്യാഭ്യാസ രംഗത്ത് ഏറ്റവും പുറകോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇവരെ മെച്ചപ്പെടുത്തി കൊണ്ടുപോകുന്നതിന് ആവശ്യമായിട്ടുള്ള വിവിധ പരിപാടികൾ ആവിഷ്കരിക്കുന്നെങ്കിലും അത് പല നമുക്ക് എന്ത് ചെയ്യാൻ നടപ്പിലാക്കാൻ കഴിയും. അതുപോലെ കുട്ടികളുടെ വിലയിരുത്തൽ സംബന്ധിച്ച് ഞാൻ ചർച്ച ചെയ്തു. അതുപോലെ അക്കാദമിക മാസ്റ്റർ പ്ലാൻ എല്ലാ അക്കാദമി കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഓരോ വിദ്യാലയവും ആ വർഷം നടപ്പിലാക്കാൻ അക്കാദമിക മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്ന എല്ലാ വിദ്യാലയങ്ങളും തയ്യാറാക്കുന്നു. അപ്പോ ഓരോ വിദ്യാലയവും അക്കാദമിക മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നതിന് അടിസ്ഥാനമായി നിൽക്കുന്നത് ആ വിദ്യാലയം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെ മറികടക്കാൻ വേണ്ടിയാണ് അക്കാദമിക മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നത്. ആ അക്കാദമിക മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നതിലും ആ അക്കാദമിക മാസ്റ്റർ പ്ലാൻ പരിശോധിക്കുന്നതിലും ആ അക്കാദമിക മാസ്റ്റർ പ്ലാൻ ആ ഒരു വർഷം നടപ്പിലാക്കുമ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങളെ സംബന്ധിച്ചും വർഷാവസാനം കൃത്യമായ അവലോകനം നടത്തുകയും
അതിൽ എന്താണ് പ്രശ്നങ്ങൾ പറ്റിയത് എന്നുള്ളതാണ് പരിഹരിക്കുന്ന ഇടപെടൽ അതിന് മാസ്റ്റർ പ്ലാൻ ഉൾപ്പെടുത്തുന്ന തരത്തിലേക്ക് നമുക്ക് മാറേണ്ടതുണ്ട്. അതുപോലെ തന്നെ കുട്ടികളുടെ അറിവ് നിർമ്മാണം. പലപ്പോഴും നമ്മുടെ ക്ലാസ് മുറികളിൽ യഥാർത്ഥത്തിൽ നമ്മൾ എന്താണ് പഴയ രീതിയിൽ ഏറ്റവും നമ്മളൊക്കെ പഠിച്ചിരുന്ന പഠിപ്പിക്കുന്നു, കുട്ടി അത് എഴുതുന്നു, അത് കുട്ടി കാണാതെ പഠിക്കുന്നു, കാണാതെ പഠിച്ച കാര്യം നിന്ന് പരീക്ഷയ്ക്ക് എഴുതി വെക്കുന്നു എന്ന തരത്തിലുള്ള പഠന പ്രക്രിയയെ നമ്മുടെ പൊതുവിദ്യാഭ്യാസ രംഗത്ത് നിന്ന് എന്നോ ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട്. എങ്കിൽ പോലും നമ്മുടെ പല പൊതുവിദ്യാലയങ്ങളിലും ഇപ്പോൾ രക്ഷിതാക്കൾ പോലും ആഗ്രഹിക്കുന്നതാണ് അത്തരത്തിലുള്ള സമ്പ്രദായം. കാരണം തെളിവ് കഴിയുന്ന കാര്യമാണ്. കാരണം അധ്യാപകൻ പഠിച്ചു നോട്ട് എഴുതി ചിലപ്പോൾ ഒന്നും എഴുതാതെ ക്ലാസ് പ്രവർത്തനം ഉണ്ടാവും. വലിയൊരു പ്രവർത്തനം വേണം നടന്നുണ്ടാവും, സ്കൂളിൽ നടന്നാൽ കുട്ടി ധാരാളം കാര്യം ചെയ്തിട്ടുണ്ടാവും, പക്ഷെ രക്ഷിതാവ് കണക്കാക്കുന്നതാണ് ഇന്ന് വന്നപ്പോഴേ നോട്ട് ബുക്കിൽ ഒന്നുമില്ല. ഒന്നുമില്ലെങ്കിൽ എന്താണ് പ്രവർത്തനം മാറുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ രക്ഷിതാക്കളെ സംബന്ധിച്ച് കൃത്യമായി എന്ത് നടക്കണം, ബോധവൽക്കരണം എന്ത് ചെയ്യണം, നടക്കേണ്ടതുണ്ട്. കാരണം കുട്ടി ക്ലാസ് റൂമിൽ നടക്കേണ്ടത് കുട്ടി അവിടെ ഒരു സാഹചര്യം കൊണ്ട് ഇപ്പൊ നമ്മൾ 1-ാം ക്ലാസ്സിൽ ആദ്യം നമ്മൾ വീടാണ് പരിചയപ്പെടുന്നത്. പണ്ട് നമ്മള് ഒരു അക്ഷരം റായ എന്ന ഏറ്റവും എളുപ്പത്തിൽ എഴുതാവുന്ന ഒരു അക്ഷരം റായാണ് പഠിക്കുന്നതെങ്കിൽ 1-ാം ക്ലാസ്സിൽ ഇപ്പൊ വീടാണ് കുട്ടി ആദ്യം പരിചയപ്പെടുന്നത്, എന്റെ വീട്. അപ്പൊ എന്റെ വീടിനെ കുറിച്ച് എന്ത് ചെയ്യാണ് ധാരാളം കാര്യങ്ങൾ അധ്യാപകർ ഓരോ കുട്ടിയും അവന്റെ വീടിനെ സംബന്ധിച്ച് കുറെ കാര്യങ്ങൾ പറയുക. അവരുടെ വീട്ടിൽ ആരൊക്കെ അച്ഛൻ, അമ്മ, ചേച്ചി, ആട്, കോഴി, പശു, പോത്ത്, ഈ സാധനങ്ങളെ കുറിച്ചൊക്കെ പറയാണ്. ഇനി അവൻ അവന്റെ വീടിനെ കുറിച്ച് അവൻ എന്ത് ചെയ്യാണ് പിന്നെ വിശദീകരണം അല്ലെങ്കിൽ ഒരു കഥ പോലെ കാര്യങ്ങൾ പറയുകയാണ്. ചില കുട്ടികൾ അതിൽ പാട്ടുണ്ടാക്കാൻ കഴിയുന്ന കുട്ടികളുണ്ടാവും, അവൻ അവന്റെ വീടിനെ കുറിച്ച് പാട്ട് പാടുകയാണ്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് അവൻ എന്ത് ചെയ്യുന്നത് വീട് എഴുതാൻ പഠിപ്പിക്കുകയാണ്. ആ വീട് എന്ന് എഴുതാൻ പഠിപ്പിക്കുമ്പോൾ അവൻ ആദ്യം തന്നെ വാ, പിന്നെ വള്ളി വള്ളിയിട്ട് എന്ന് എഴുതി ചന്ദ്രക്കലയിട്ട് ആദ്യം തന്നെ അവൻ എന്ത് ചെയ്യുന്നത് വീട് എന്ന് തന്നെയാണ്. അല്ലാതെ നമ്മൾ കുറെ പഠിച്ചുള്ള എഴുതി വാ എഴുതി അതെന്താണ് വെറും കാണാതെ പഠിക്കുന്ന രീതിയിൽ മാറി. അവൻ അവന്റെ വീടിനെ കുറിച്ച് ധാരാളം കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ആ വീടിനെ എങ്ങനെയാണ് രേഖപ്പെടുത്തുക അല്ലെങ്കിൽ എഴുതി വെക്കുക എന്നൊരു ആവശ്യകത അവൻ വരികയും അങ്ങനെ അവൻ വീട് എന്നുള്ളത് എന്ത് ചെയ്യാൻ എഴുതാൻ ആഗ്രഹിക്കുകയും ആ ആഗ്രഹം പഠിക്കുന്നത് അക്ഷരങ്ങൾ പഠിക്കുന്ന രീതിയിലേക്ക് നമ്മൾ മാറിയത് നമ്മുടെ അക്കാദമിക പ്രവർത്തനം മാറി. അങ്ങനെ ആശയങ്ങളിൽ ഉൾക്കൊണ്ട് നമ്മള് പണ്ട് ക്ലാസ് ടീച്ചർ എന്ത് ചെയ്യാൻ പലപ്പോഴും വിചാരിക്കുക, പറഞ്ഞ സാധനമേ ഉണ്ടാവില്ല. അപ്പൊ സങ്കല്പിക്കുന്നത് പലപ്പോഴും അവിടെ നിന്നെല്ലാം മാറി. നമ്മുടെ സ്കൂളിലെ സൗകര്യം ഏറ്റവും മികച്ച രീതിയിൽ ലാബ് സൗകര്യങ്ങൾ സ്കൂളിലുണ്ട്. അതുപോലെ ലൈബ്രറി സൗകര്യം മിക്കവാർ പഞ്ചായത്തിന്റെ ഇടപെടലിലൂടെ ധാരാളം പുസ്തകങ്ങൾ വലിയ ലൈബ്രറികൾ നമ്മുടെ വിദ്യാലയങ്ങളിൽ. ഇങ്ങനെ കുട്ടിക്ക് എന്താണ് വേണ്ടത് ആ സൗകര്യങ്ങളെല്ലാം തന്നെ സ്കൂളിലുണ്ടെങ്കിൽ പലപ്പോഴും എന്താണ് നമ്മുടെ പിന്നെ പുസ്തകങ്ങളുടെ ചലമാലയുടെ കൂട്ടി ചാവി എവിടേക്കും എപ്പോഴും ഓഫീസിലിരിക്കുന്ന ഒരവസ്ഥയുണ്ട്. ആ പുസ്തകങ്ങൾ കേടുവരാതെ ഒരവസ്ഥയും അത് മാറേണ്ടതുണ്ട്. ആ പുസ്തകങ്ങളെല്ലാം തന്നെ കുട്ടിക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ മാറ്റാൻ ആവശ്യമായ ഇടപെടൽ നമുക്ക് എന്ത് ചെയ്യണം, ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെട്ടുകൊണ്ട് നമ്മുടെ പൊതുവിദ്യാഭ്യാസ രംഗത്തെ ശക്തിപ്പെടുത്തുന്നതിനും കുട്ടിക്ക് ഏറ്റവും മികച്ച നമ്മൾ ഓരോ ആഗ്രഹിക്കുന്നു. കാരണം ഈ 20% സൂചിപ്പിച്ചത് നമ്മള് വലിയ സൂക്ഷ്മ പരിശോധന നടത്തുമ്പോൾ അതിന്റെ എണ്ണം കൂടുകയുള്ളൂ, കുറയില്ല എന്നൊരു ആശങ്ക കൂടി ഞാൻ എന്ത് ചെയ്യാൻ നിങ്ങളുടെ മുമ്പിൽ പങ്കുവെക്കുകയാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മൾ വലിയ പിന്നെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച വിദ്യാഭ്യാസ പ്രവർത്തനം നടത്തുന്ന സംസ്ഥാനം നമ്പർ 1 കേരളമാണ് അല്ലെ. നമ്മൾ ആ നമ്പർ 1 സൂക്ഷിച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ കഴിഞ്ഞ എക്സാമിനേഷന് ശേഷം നാസിന്റെ നാഷണൽ അച്ചീവ്മെന്റ് സർവേ നടന്നതിന് ശേഷം നടത്തിയ ചില പരിശോധനകൾ ചില വിഷയങ്ങളെല്ലാം നമ്മൾ പിന്നോട്ട് പോയ ഒരു അവസ്ഥയുണ്ട് കഴിഞ്ഞ മുൻ വർഷങ്ങളിൽ. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, നാസ് പരീക്ഷ വന്നപ്പോൾ നമ്മളൊരു വലിയ പഠനങ്ങൾ നടത്തിയത് നാസ് പരീക്ഷയെ പെട്ടെന്ന് മറികടക്കാനുള്ള ഇടപെടലാണ്. അങ്ങനെ പോരാ, നമുക്ക് ഇന്ത്യയിലെ ഏറ്റവും മികച്ച സംസ്ഥാനം എന്ന് കേരളം എന്ന് പറയുന്നതാണ്. ഇതുപോലെ വന്ന പ്രവർത്തനം നടത്തുന്ന മറ്റൊരു സ്റ്റേറ്റ് ഇല്ലാത്തത് കൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ഈ 1ാം സ്ഥാനം നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റുന്നത്. അപ്പൊ അങ്ങനെയല്ല, നമ്മളെ 1ാം സ്ഥാനത്തിന് വേണ്ടിയുള്ള പ്രവർത്തനമെല്ലാം നടത്തുന്നത് ലോകത്തിലെ 1ാം സ്ഥാനം എന്ന നിലയിലേക്കുള്ള ഒരു അക്കാദമിക പ്രവർത്തനങ്ങളിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് മുന്നോട്ട്. കാരണം നമ്മുടെ ആരോഗ്യ നിലവാരത്തിൽ ഏകദേശം പുതിയ സർവേ വന്നപ്പോൾ ആരോഗ്യ സംവിധാനം, അതുപോലെ വിദ്യാഭ്യാസ സൗകര്യങ്ങൾ
കുറെ കാര്യങ്ങൾ നമ്മൾ കേരളം ഒന്നാം സ്ഥാനത്തുണ്ട്. അത് ഇന്ത്യയിൽ ഒന്നാം സ്ഥാനം എന്ന് പറയുമ്പോൾ മറ്റു സ്ഥാനങ്ങൾ നമ്മളോട് ഒപ്പം എത്താത്തത്, നമ്മളോട് മത്സരിക്കാത്തത് കൊണ്ട് മാത്രമാണ് നമ്മൾ ആ ഒന്നാം സ്ഥാനം നിലനിർത്തുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒന്നാം സ്ഥാനത്താണ്. നമുക്ക് മറ്റു കാര്യങ്ങളൊന്നും ഇനി അച്ചീവ് ചെയ്യാനില്ല എന്നുള്ള തരത്തിലല്ല പൊതുവിദ്യാഭ്യാസ വകുപ്പും സംസ്ഥാന വിദ്യാഭ്യാസ കാണുന്നത്. കേരളം നോക്കുന്നത് എവിടേക്കാണ്? പുറം രാജ്യങ്ങളിലെ താരതമ്യം ചെയ്തുകൊണ്ടാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഫിൻലാൻഡിലെയോ അല്ലെങ്കിൽ മറ്റു ഏതെങ്കിലും ബ്രിട്ടനിലെയോ അല്ലെങ്കിൽ അമേരിക്കയിലെയോ ഇങ്ങനെയുള്ള വികസിത രാജ്യങ്ങളിലെ അക്കാദമിക പ്രവർത്തനമായിട്ടാണ് നമ്മൾ താരതമ്യം ചെയ്യേണ്ടത്. അവിടെയുള്ള അക്കാദമിക നിലവാരവും നമ്മുടെ കുട്ടികളുമായുള്ള നിലവാരത്തെ സംബന്ധിച്ചാണ് നമ്മൾ താരതമ്യം ചെയ്യുന്നത്. ആ തരത്തിലേക്ക് നമ്മുടെ കുട്ടികളെ വരുന്ന ആവശ്യമായിട്ടുള്ള ഇടപെടൽ നമ്മുടെ ഏറ്റവും താഴെത്തട്ടിൽ നടക്കണം. അതിനാവശ്യമായിട്ടുള്ള എല്ലാ വകുപ്പുകളുടെയും പിന്തുണ സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ട് നമുക്ക് ഈ അക്കാദമിക വർഷത്തെ സമഗ്ര ഗുണമേന്മ വർഷത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണം. അത് നിങ്ങളുടെ എല്ലാവരുടെയും വലിയ സഹകരണം ഉണ്ടാവണമെന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ വിശദീകരണം ഞാൻ താൽക്കാലികമായി അവസാനിപ്പിക്കുന്നു.